ഓഫ് ലോ. ഇപ്പൊ ഞാൻ ഒരാൾക്കെതിരെ അബ്സല്യൂട്ട്ലി ഒരു വ്യാജ പരാതി കൊടുത്തുകൊണ്ടിരിക്കട്ടെ, ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരെ ഒരു വ്യാജ പരാതി എന്തെങ്കിലും ദ്വയാർത്ഥ പരാമർശമോ മറ്റും കൊടുത്തുകൊണ്ടിരിക്കട്ടെ, നാളെ അത് വ്യാജമാണെന്ന് പറഞ്ഞാൽ എനിക്കെതിരെ കേസ് വേണ്ടേ? അങ്ങനെ ഒരു പ്രോസസ്സ് ഈ നാട്ടിലെ സ്ത്രീകൾക്കെതിരെ മാത്രം ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും സ്വാതന്ത്ര്യത്തിനോടൊന്നും ഇങ്ങനെ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ശ്രീ സിദ്ദിഖിനെതിരെ അടക്കം, അതായത് ആദ്യം സിദ്ദിഖിനെതിരെ ഒരു ഉദാഹരണം പറഞ്ഞു, സിദ്ദിഖിനെതിരെ 11 പേർക്ക് എതിരെയുള്ളതിൽ സിദ്ദിഖ് 4-ാമതോ 5-ാമതോ സിദ്ദിഖിനെതിരെ അദ്ദേഹം വെർബലി വാക്കുകൾ കൊണ്ട് അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നീട് മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് സെക്ഷുവൽ ഫേവേഴ്സ് ചോദിച്ചു നമ്മുടെ നിലാ തിയേറ്ററിൽ നിന്ന്. അടുത്ത തവണ പറഞ്ഞു മസ്കറ്റ് ഹോട്ടലിൽ ചെന്ന് റേപ്പ് ചെയ്തു. ഈ പറഞ്ഞ വ്യക്തി ആരാണ്? ഇനി പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആക്രമിക്കും. പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ആന്റിസിഡൻസോ പ്രീസിഡൻസോ നോക്കിയാൽ ചൈന എന്നൊരു രാജ്യത്ത് കൂടെയുള്ള 32 പെൺകുട്ടികൾ സ്വഭാവ ദൂഷ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇവർക്കെതിരെ പരാതിപ്പെട്ട് ചൈന രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയാണ്. ഒരു രാജ്യത്തിൽ, അതായത് ഒരു ചൈന എന്ന് പറയുന്ന ഒരു നാട്ടിൽ നിന്ന് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്വഭാവ ദൂഷ്യത്തിന് അതേ വർഷം ആദ്യം പുറത്താക്കിയ വ്യക്തി ഇവിടെ വന്ന് ആദ്യം ഫേസ്ബുക്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞു, പിന്നീട് കൂട്ടി പറഞ്ഞു സിദ്ദിഖിന്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പുള്ളി വലിയ ആവശ്യമിരിക്കുകയാണ്. ഞാനിപ്പോ അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു, നിങ്ങളെല്ലാം കേട്ടുകാണ്. ഇന്നലെ സിദ്ദിഖിന്റെ പത്രസമ്മേളനം കണ്ടപ്പോഴാണ് പരാതി കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലായത്. എന്ത് തരം പ്രതികാര മനോഭാവമാണ് അതിന് ഇനി എന്റെ സീരിയസ്നെസ് എന്താ? ഞാനിത് പറയുന്ന ആർക്കും മോശം തോന്നുന്നത്, സിദ്ദിഖിനോട് സംസാരിച്ചിട്ടൊന്നുമില്ല, എനിക്ക് അഡ്വക്കേറ്റും കൂടെ ആയിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. മുകുൾ റോഹത്തക്ക് ഏറ്റവും മിനിമം ഒരു 30-40 ലക്ഷം രൂപ കൊടുത്തതാണ്, കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ഒരു 30-40 ലക്ഷം രൂപ ഏറ്റവും മിനിമം മുകുൾ റോഹത്തക്ക് പുള്ളി വരും 4-5 പ്രാവശ്യം അത് വാങ്ങി കിട്ടും. ആ 40 ലക്ഷം രൂപ സിദ്ദിഖിന്റെ മകൻ ഷഹീനും അല്ലെങ്കിൽ മകന്റെ കുട്ടിക്കും ഒക്കെ പോകണ്ടതല്ലേ? 40 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ലേ? 40 ഏറ്റവും കുറവാണ്, 50 കൂടുതൽ ഇപ്പം കൊടുത്തതാണ്. മുകുൾ റോഹത്തക്ക് രാമപിള്ള സാർ വഴി വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഡിസ്കൗണ്ട് മറ്റും കൊടുത്തതാണ്. ഒരാളുടെ ഫേസ്ബുക്കിലെ പരാതി കാരണം, അയാൾ വെളിയിൽ നിന്ന് പറയുന്ന കള്ളങ്ങൾ കാരണം മറുഭാഗത്ത് നിൽക്കുന്ന ആണിന് 40 ലക്ഷമോ 50 ലക്ഷം രൂപയാണ് ചെലവ്. പിന്നീട് മനസ്താപം, മെന്റൽ ഹരാസ്മെന്റ്, നാട്ടിൽ നിന്ന് ഒളിച്ചോടുന്നു, സിദ്ദിഖിന്റെ ചില സിനിമാ അവസരങ്ങളെങ്കിലും ചോദ്യം ചെയ്യപ്പെടുന്നു, കാര്യങ്ങൾ കാണുന്നു, അമ്മയുടെ സ്ഥാനം ഒന്നുമില്ല. എന്താ ഒരു പെൺകുട്ടി വന്നൊരു വ്യാജ പരാതി പറഞ്ഞു. ഇനി എന്തെങ്കിലും